ഹായ് ഫ്രണ്ട്സ്, മെയിനറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷ്യനിൽ മുങ്ങിപ്പോയി ഒരു ആഡംബര കപ്പലിൻ്റെ കഥ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലേ. അതിൻ്റെ പേരാണ് ടൈറ്റാനിക്. അപ്പോൾ നമ്മൾ സിനിമയിലും ഓരോ കാര്യങ്ങളൊക്കെ സംഭവം എങ്ങനെ മുങ്ങിപ്പോയിരുന്നോ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷെ നമുക്ക് നേരിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ നമുക്ക് എന്താഗ്രഹിക്കും. എന്തായാലും കാണാൻ പറ്റില്ല, കാരണം എന്താ വെച്ചാൽ ആഴക്കടലിൽ മുങ്ങിപ്പോയി കിടക്കുന്നത്. പക്ഷെ നമ്മുടെ ഈ ടൈറ്റാനിക് ഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കണ്ണുകൊണ്ട് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട് 5 ആൾക്കാർ ഒരു കൊച്ചു അന്തർവാഹിനി കപ്പൽ അഥവാ നമ്മുടെ ടൈറ്റ് എന്ന് പേരുള്ള നമ്മുടെ ഈ സബ്മറീനിൽ കയറിയിട്ട് നമ്മുടെ ഈ പൊളിഞ്ഞു പോയി നശിച്ചു പോയി നമ്മുടെ ഈ ടൈറ്റാനിക് ഷിപ്പ് കാണാൻ വേണ്ടിയിട്ട് അവർ ആഴക്കടലിലേക്ക് പോയിട്ടാണ്. അങ്ങനെ അവർ ആ സബ്മറീനിൽ യാത്ര തുടങ്ങിയിട്ടാണ്. അപ്പോൾ കുറേ മണിക്കൂറുകൾക്ക് ശേഷം അവരായിട്ടുള്ള കണക്ഷനൊക്കെ മൊത്തം നിലച്ചു പോയി. അവരെ കുറിച്ച് ഒരു വിവരം നമുക്ക് ലഭിച്ചില്ല കേട്ടോ. അപ്പോൾ ലോകം മുഴുവനും ആശങ്കയിലായി, ഇവർക്ക് എന്താ സംഭവിച്ചത്, എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെ ഭയങ്കര ചിന്തകളായിരുന്നു ലോകം മുഴുവനും. അങ്ങനെ അവർക്കായിട്ടുള്ള തെരച്ചിലൊക്കെ നടന്നു. കുറേ ദിവസങ്ങളോളം നടന്നുകൊണ്ടിരുന്നു. ഈ തെരച്ചിലൊക്കെ ശേഷം നമുക്കൊരു വാർത്ത അറിയാൻ പറ്റി. ഇവരൊരു പൊട്ടിത്തെറി മൂലം ഇവരെല്ലാവരും മരണപ്പെട്ടിരിക്കുന്നു. ഈ 5 ആൾക്കാരും മരണപ്പെട്ടു പോയി. അപ്പോൾ ഈ 5 പേരും എങ്ങനെ മരണപ്പെട്ടത്? അപ്പോൾ അവർ സഞ്ചരിച്ച് നമ്മുടെ ഈ ടൈറ്റ് എന്ന് പറഞ്ഞ ഈ സബ്മറീന് പൊട്ടിത്തെറിക്കേണ്ട ചെയ്ത് നമ്മളെല്ലാവരും വിചാരിക്കും പൊട്ടിത്തെറി എന്ന് പറഞ്ഞാൽ പുറത്തേക്കുള്ള പൊട്ടിത്തെറി മാത്രം എന്നാണ്. പക്ഷേ ഇവിടെ എങ്ങനെ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ ഉള്ളിലേക്കുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ട്. അതിൻ്റെ പേരാണ് ഇംപ്ലോഷൻ എന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ടൈറ്റൻ സബ്മറീനിൽ സംഭവിച്ച ഇംപ്ലോഷൻ എങ്ങനെയുള്ളത് നമുക്ക് എക്സ്പെരിമെൻറ്റിലൂടെ നമുക്ക് നോക്കാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ടൈറ്റൻ്റെ ഒരു തട്ടിക്കൂട്ടി ഒരു രൂപം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു ഡ്രമ്മൊക്കെ ഉപയോഗിച്ച സംഭവം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് ജസ്റ്റ് നോക്കാട്ടോ. നമ്മ 2 ഡ്രമ്മൊക്കെ ഇത് നമ്മൾ പറഞ്ഞ നമ്മുടെ ടൈറ്റൻ സബ്മറീൻ്റെ ഒരു മോഡല്. അപ്പോൾ നമ്മൾ 2 ഡ്രം എടുത്തിട്ട് നമ്മൾ കൂട്ടി വെൽഡ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രണ്ടിലായിട്ട് നമ്മൾ കമ്പികളൊക്കെ കൂട്ടി വെച്ച് നമ്മൾ വീണ്ടും വെൽഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫ്രണ്ട് ഭാഗം ഉണ്ടാക്കിയിട്ട് നമ്മൾ പിന്നെ നമ്മുടെ ഈ പാന് കൊണ്ട് നമ്മുടെ ഈ ടൈറ്റൻ്റെ ഈ ബാക്ക് ഭാഗം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ മോഡൽ അപ്പോൾ ഏകദേശം ഇതുപോലെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇനി ഫ്രണ്ട് ഭാഗത്ത് കുറച്ചുകൂടി പണികൾ ചെയ്യാണ്ട്. അതിന് ശേഷം നമുക്ക് ഇത് സംഭവത്തിനെ പെയിന്റ് അടിച്ച് അങ്ങോട്ട് അടിപൊളിയാക്കാട്ടോ. പിന്നെ നമ്മുടെ ഡ്രമ്മുമ്മ നമ്മൾ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. നമുക്ക് സ്റ്റോപ്പർ വെച്ച് മൂടാൻ പറ്റില്ല, നമ്മൾ 2 ഹോൾ ഇട്ടിട്ടുണ്ട്. ഇതെന്തിനാ നമുക്ക് നമ്മുടെ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ പറയാട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ഈ അലൂമിനിയം ഷീറ്റ് നമ്മുടെ ഈ ഫ്രണ്ട് ഭാഗം നമ്മൾ കട്ട് ചെയ്ത് ഫിറ്റ് ചെയ്യാൻ മുണ്ടാം ആണില്ലേ. നമുക്കിനി എല്ലാത്തിലും അതുപോലെ തന്നെ ചെയ്ത് കൊടുക്കട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഈ സബ്മറീൻ്റെ മോഡലൊക്കെ നമ്മൾ അടിപൊളിയായിട്ട് സംഭവം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനി നമുക്ക് ഇതിനെ ജസ്റ്റ് കളർ അടിച്ച് സെറ്റ് ആക്കാനുണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ടൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്മറീൻ്റെ ഈ മോഡൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഓഷ്യൻ ഗേറ്റ് ടൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ സ്റ്റിക്കർ ഉണ്ടല്ലോ, ഈ സ്റ്റിക്കർ നമ്മൾ ഈ സൈഡിലായിട്ട് നമ്മൾ ഒട്ടിച്ചു കൊടുക്കാൻ പോകണ്ട. ഫ്രണ്ട്സ്, നമ്മുടെ സ്റ്റിക്കറൊക്കെ നമ്മൾ ഓഷ്യൻ ഗേറ്റ് പറഞ്ഞാൽ ഈ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അടിപൊളിയാക്കി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, നമ്മുടെ ടൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സബ്മറീൻ്റെ മോഡലും കാര്യങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി അടിപൊളിയാക്കിയിട്ടുണ്ട്. നമ്മൾ പെയിൻ്റ് ഒക്കെ അടിച്ച് സംഭവം അടിപൊളി കളറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാൻ പോകട്ടെ. നമ്മുടെ ഇംപ്ലോഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റിലേക്ക് നമുക്ക് കിടക്കാൻ പോകുന്നത്. പക്ഷേ ഇതിൽ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പോലത്തെ ഈ കുട്ടികൾക്കൊക്കെ ഇങ്ങനത്തെ ഇംപ്ലോഷനും എക്സ്പ്ലോഷനും കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. ഇത് ഉള്ളത് നമ്മുടെ ഈ യൂട്യൂബിനെ പോളിസി ഉണ്ടാവും. അതായിരുന്നു തന്നെ നമ്മളെക്കാട്ടും മുതിർന്നവരായിരിക്കും നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റ് നടത്താൻ പോണത്. അപ്പോൾ ഇല്ലെങ്കിൽ നമുക്ക് നമ്മുടെ എക്സ്പെരിമെൻറ്റിലേക്ക് കിടക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ ഈ ടൈറ്റൻ സബ്മറീൻ നമ്മൾ പുഴയോരത്ത് കൊണ്ടുവന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചിട്ടായിരിക്കും നമ്മുടെ ഈ എക്സ്പെരിമെൻറ്റ് നടത്താൻ പോകണം. അപ്പോൾ അതിനുള്ള ഏർപ്പാടും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ സ്റ്റൗവും കാര്യങ്ങളൊക്കെ നമ്മൾ ചൂടാക്കിയിട്ട് നമ്മുടെ ടൈറ്റൻ സബ്മറീൻ അതിന് മുകളിലേക്ക് നമ്മൾ വെച്ച് കൊടുക്കാൻ പോകണ്ട. നമ്മൾ വെച്ച് കൊടുത്തിട്ട് സ്റ്റോപ്പറും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മുടെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോകണം. അപ്പോൾ അധിക അളവിലൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മുടെ ആദ്യത്തെ ഡ്രമ്മിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് രണ്ടാമത്തെ ഡ്രമ്മിലൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം ഫ്രണ്ട്സ്. അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇത് സംഭവം തിളയ്ക്കണ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ.
അങ്ങനത്തെ സംഭവം തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല ഇതേ നീരാവി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും നമുക്ക് വെയിറ്റ് ചെയ്യണ്ട, നമുക്ക് നമ്മുടെ സ്റ്റോപ്പറൊക്കെ വെച്ച് സംഭവം മൂടാട്ടോ. അത് മാത്രമല്ല ഇത് നന്നായിട്ട് എയർ ടൈറ്റ് ആവണം. അത് കാരണം തന്നെ നമ്മത് MC-യിലൊക്കെ വെച്ചിട്ട് സംഭവം അങ്ങോട്ട് ഉറപ്പിച്ചു കൊടുക്കണം. നമുക്ക് അധികം വൈകിക്കാണ്ട് നമുക്ക് ഇതേ നമ്മുടെ കയറൊക്കെ പിടിച്ച് പൊക്കി നമ്മുടെ ടൈറ്റനൊക്കെ പൊക്കി ഇതേ നമ്മുടെ വെള്ളത്തേക്ക് അങ്ങോട്ട് ഇറക്കി കൊടുക്കട്ടെ ഫ്രണ്ട്സ്. അപ്പോൾ ഇതേ നമ്മുടെ സംഭവം നമ്മുടെ ടൈറ്റനും വെള്ളത്തേക്ക് അങ്ങോട്ട് ഇറക്കി കൊടുക്കാൻ പോകണം. അപ്പോൾ വെള്ളത്തേക്ക് ഇറക്കി കൊടുക്കുമെന്ന് പറഞ്ഞാൽ നമ്മുടെ നീരാവി തണുക്കും. അങ്ങനെ നീരാവി തണുത്താൽ നമ്മുടെ ഉള്ളിലത്തെ പ്രഷർ കുറഞ്ഞിട്ട് സംഭവം ഉള്ളിലേക്ക് അങ്ങോട്ട് പൊട്ടിത്തെറിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതേ നമ്മൾ വെള്ളത്തേക്ക് വെച്ച് കൊടുത്തപ്പോൾ നമ്മളെ നിരാശപ്പെടുത്തി ഒച്ച നമ്മൾ കേട്ടിട്ടാ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ടൈറ്റിനുള്ളിലേക്ക് വെള്ളം കയറണം വെച്ചത്. അപ്പോൾ വെള്ളം കയറിയെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്ന് പറഞ്ഞാൽ അതിനുള്ളിൽ ലീക്ക് ഉണ്ടെന്ന് കേട്ടോ. അപ്പോൾ ഒരു തരി ലീക്ക് ഉണ്ടാകുമ്പോൾ അല്ല, പക്ഷേ ഈ ലീക്ക് ഉണ്ടാകാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ എടുത്ത 2 ഡ്രമ്മും പഴക്കമുള്ളതായിരുന്നു കേട്ടോ. അതായിരുന്നു തന്നെ ചിലപ്പോൾ എയറും വെള്ളമൊക്കെ കയറാനുള്ള രീതിയിലുള്ള ഹോൾസും കാര്യങ്ങളൊക്കെ ഇത് ഉണ്ടാവും. അപ്പോൾ ഏതായാലും നമ്മൾ നിരാശയോട് നമ്മുടെ ടൈറ്റൻ നമ്മൾ പിടിച്ച് കരയിലേക്ക് വീണ്ടും എടുത്ത്. അപ്പോൾ പക്ഷെ നമ്മൾ നോക്കിയപ്പോൾ ചെറുതായിട്ട് ഞെളക്കൊക്കെ കാണുന്നുണ്ട് കേട്ടോ. എന്നാലും നമ്മൾ ആദ്യത്തെ ട്രയൽ തന്നെ സംഭവം നമ്മൾ ഫെയിൽ ആയിക്കുണ്ടാ. ഏതായാലും നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ എക്സ്പെരിമെന്റ് നടന്നില്ല. നമ്മുടെ ഈ സമ്മറൈൻ ടൈറ്റൻ പോലെ രൂപമൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മൾ ഇംപ്ലോഷൻ നടത്താൻ നോക്കിയാണ്. പക്ഷേ നമ്മൾ വിചാരിച്ച പോലെ നടന്നില്ല. ശരിക്കുള്ള ഇംപ്ലോഷൻ സംഭവം ഇങ്ങനെ ചുരുങ്ങട്ടെ ശൃംഖയനെ. അപ്പോൾ പക്ഷേ കുറച്ച് ആൾക്കൊക്കെ കാണുന്നുണ്ട് ഇവിടെ, കണ്ടില്ലേ? അപ്പോൾ ഇത് കാരണം എന്താണെന്ന് വെച്ചാൽ മരക്ക് സക്സസ് ആവാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എടുത്ത 2 ഡ്രംസും കുറച്ച് പഴക്കമുള്ളതായിരുന്നു. അതായിരുന്നു തന്നെ എയർ കയറാൻ പറ്റുന്ന രീതിയിൽ കുറേ ഹോൾസ് ഇതുണ്ടായി. അപ്പോൾ ഏതായാലും നമ്മൾ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഇംപ്ലോഷൻ്റെ ഈ എക്സ്പെരിമെൻറ്റ് നമ്മൾ ഒഴിവാക്കാൻ പോകില്ല. അപ്പോൾ നമ്മൾ എന്തൊരു ചെയ്യാൻ പോകണം വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി വിടുത്തുള്ള നമ്മുടെ വലിപ്പമുള്ള ഒരു കട്ടിയുള്ള ഒരു ഡ്രമ്മാണ് കേട്ടോ. നമ്മൾ ഇത് ഉപയോഗിച്ചിട്ട് നമ്മുടെ ഇംപ്ലോഷൻ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോണേ. ഒരു ഒറ്റ ഡ്രം ഇട്ടത് കണ്ടില്ലേ? അപ്പോൾ ഏതായാലും ഇത് മെയ് ഇംപ്ലോഷൻ വർക്കാവും നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മൾ മേക്കിംഗ് ഒന്നും ഇതിനെ കാണിക്കില്ല. നമ്മൾ ഈ ഇംപ്ലോഷൻ ഇങ്ങനെ വർക്കാവണം മാത്രം കാണിക്കുന്നില്ല. ഓണാക്കട്ടെ. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ എക്സ്പെരിമെന്റ് സക്സസ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ സംഭവം ഇങ്ങനെ ഇംപ്ലോഷൻ നടക്കണേ.
അപ്പൊ ഏതായാലും നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ നമ്മളെ പോലത്തെ ഈ കുട്ടികളെല്ലാം ചെയ്തേക്കണേ കുറച്ചുകൂടി മുതിർന്ന ഒരു എക്സ്പേർട്ട് ആയവരുണ്ടാവും. അപ്പൊ നമുക്ക് ഏതായാലും അവരോട് തന്നെ ചോദിക്കാം ഇതെങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കുറച്ച് ധാരണ ഉണ്ടായിരുന്നെങ്കിലും ഇത് ചെയ്തപ്പോൾ ഒരു ഉൾഭയം ഉണ്ടെങ്കിലും ഞങ്ങൾ സേഫ്റ്റി മെഷേഴ്സൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് അത് ചെയ്തത്. അതുകൊണ്ട് എല്ലാം സക്സസ് ആയി. പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇത് കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത്. കാരണം ഇത് റിസ്കി നല്ല ഇതായിട്ടുള്ളൊരു സംഭവം തന്നെയാണത്. അപ്പോൾ അപകടങ്ങൾ ഉണ്ടാകാൻ ഒരുപാട് സാധ്യതകളുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിക്കുക. കുട്ടികൾ ഒരിക്കലും അനുകരിക്കരുത്. ഫ്രണ്ട്സ്, അപ്പോൾ ഏതായാലും നമ്മുടെ ഡ്രം ഉണ്ടാക്കിയ നമ്മുടെ ഈ ടൈറ്റൻ്റെ ഈ സമ്മറൈൻ നമ്മുടെ ഇംപ്ലോഷൻ എക്സ്പെരിമെൻ്റ് ഒക്കെ നന്നായിട്ട് സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും നമുക്ക് അതിൻ്റെ സന്തോഷമുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ ചെറുതായിട്ടൊരു വിഷമമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒറിജിനൽ നമ്മുടെ ഈ സമ്മറൈന് നമ്മുടെ ടൈറ്റൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ സമ്മറൈന് പൊട്ടിത്തെറിച്ചതും അതിലുണ്ടായ 5 ആൾക്കാർ മരണപ്പെട്ടതും നമ്മൾ ആലോചിക്കും, നമുക്ക് വല്ലാത്ത സങ്കടം ഉണ്ടാകും. അപ്പോൾ ഏതായാലും നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത പോലെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കിയിട്ടൊന്നല്ലേ നമ്മുടെ ഈ സമ്മറൈൻ പൊട്ടിത്തെറിച്ചത്. ഇവർ ആഴക്കടലിലേക്ക് പോയപ്പോൾ നമ്മുടെ ടൈറ്റൻ്റെ ബോഡിക്ക് പറ്റാത്തത്രയും പ്രഷർ അവിടെ ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ നമ്മുടെ ടൈറ്റൻ ഞെരിങ്ങി സംഭവം ഉള്ളിലേക്ക് അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് നമ്മുടെ ടൈറ്റൻ്റെ അവശിഷ്ടവും കാര്യങ്ങളും നമുക്ക് കിട്ടിയതായിട്ട് ഒരു റിപ്പോർട്ടില്ലാട്ടോ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം ഒരശൂടെ ഓർമ്മിപ്പിക്കുന്നത് നമ്മളെ പോലത്തെ ഇങ്ങനത്തെ കുട്ടികൾക്കൊന്നും ഇങ്ങനത്തെ ഇംപ്ലോഷൻ എക്സ്പ്ലോഷൻ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. നമ്മളെക്കാട്ടും മുതിർന്നവരായിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ എക്സ്പെർട്ടായിട്ടുള്ള ആൾക്കാർ മാത്രം ഇതൊക്കെ ചെയ്യിപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മളെ വീഡിയോ അവസാനിപ്പിക്കാനുള്ള സമയമായിട്ടാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്നായിരിക്കും. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യണം. പിന്നെ പ്ലീസ് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അടുത്തൊരു അടിപൊളി വീഡിയോ ആയി കാണുന്നവരെ ഗുഡ് ബൈ.